സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഓ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളെ സംബന്ധിച്ചാണ് ഹബീബിന്റെ വലിയ അറിയിപ്പ്. നരകത്തിൽ അധികവും സ്ത്രീകളാണെന്ന് ഖാല റസൂലുള്ളാഹി. നരകത്തിൽ അധികവും സ്ത്രീകൾ. നിങ്ങൾക്ക് ഓർമ്മണ്ടോ എന്തുകൊണ്ടാണ് എല്ലാ വിഷയത്തിലും നുക്സാനിയത്തുള്ള നിങ്ങൾ, എല്ലാ വിഷയത്തിലും ഇബാദത്തിന്റെ വിഷയത്തിൽ പോരായ്മയുള്ള നിങ്ങൾ അല്ലേ? മാസത്തിൽ മെൻസസ് ആകുന്ന സമയം നോമ്പെടുക്കാൻ പറ്റൂല, ആ സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആൻ തൊടാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല. അങ്ങനെ തുടങ്ങിയിട്ട് ബുദ്ധിയുടെ വിഷയത്തിലും ഇബാദത്തിന്റെ വിഷയത്തിലും മറ്റു ഒരുപാട് കാര്യത്തിലും നിങ്ങളുടെ ഖൽഖത്ത് തന്നെ, സൃഷ്ടിപ്പ് തന്നെ പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മയൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തൊലിക്കൊരു ചെറിയ നിലക്ക് നിറം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിന് കുറച്ച് ഭംഗി തന്നിട്ടുണ്ടെങ്കിൽ, മുഖത്തിന് കുറച്ച് ഭംഗി തന്നിട്ടുണ്ടെങ്കിൽ, ആ ഭംഗിയെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറ്റവും വലിയ അജ്മലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇന്ന ബൈതൻ അൻത സാകിനഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. കമാലിയത്തുള്ള നേതാവ്, ഏറ്റവും ഭംഗിയുള്ള ആ നേതാവിനോളം ഭംഗിയുള്ള ഒരു മഖ്ലൂഖിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് പടച്ചിട്ടില്ല. അത്രയും വലിയ ഷറഫുള്ള തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്, അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമിനെ മലീമസമാക്കാൻ വേണ്ടിയിട്ട് നിന്റെ ശരീരത്തിന്റെ തുടിപ്പിനെ നീ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ, നിന്റെ ഭംഗിയെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ, നീ അഹങ്കാരിയായിട്ട്, നീ തമ്മാടിയായിട്ട് ഉപ്പള ടൗണിലോ കാസർഗോഡ് ടൗണിലോ മറ്റ് ടൗണുകളിലോ സിനിമ നടിമാരെ പൂർണ്ണമായിട്ട് പിന്തുടർന്നുകൊണ്ട് നീ ബ്യൂട്ടി പാർലറിൽ പോയാൽ, നീ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്താൽ, നീ മുഖത്ത് മേക്കപ്പ് നടത്തിയാൽ, നീ ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ചാൽ, നീ ടൈറ്റ് ബിറ്റ് ബുർക്ക ധരിച്ചാൽ, നീ മുടി ഷാമ്പു തേച്ച് പാറിപ്പിച്ചിട്ട് മൊബൈലിനെ ദുരുപയോഗം ചെയ്ത്, വാട്സപ്പ് ദുരുപയോഗം ചെയ്ത്, ഇന്റർനെറ്റ് ദുരുപയോഗം ചെയ്ത്, മിസ്കാളിലും മെസ്സേജിലുമായിട്ട് അന്യ പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധം നിലനിർത്തിയിട്ട്, ഹറാമിന്റെ സ്നേഹം നിലനിർത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, കോളേജിൽ പഠിക്കുന്നവരും സ്കൂളിൽ പഠിക്കുന്നവരും, വീട്ടിലിരിക്കുന്നവരും പുറത്തിരിക്കുന്നവരും ജോലിയിലുള്ളവരും ഉൾപ്പെടെ, ഓ സഹോദരിമാരെ, വ്യഭിചാര വിഷയങ്ങളുമായി, ഹറാമായ വിഷയങ്ങളുമായി, അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് സിനിമയിലും സീരിയലിലും പട്ടുറുമാലിലും ബ്ലൂ ഫിലിമിലുമായിട്ട് നിങ്ങളെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. അള്ളാഹ് നിങ്ങളെ വെറുതെ വിടില്ല. അങ്ങനെ ഹറാമ് വർദ്ധിച്ചതുകൊണ്ടാണ് ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്, മറുഭാഗത്ത് സ്ത്രീകളുടെ കുത്തഴിഞ്ഞ അഴിഞ്ഞാട്ടം. ഈ അരാജകത്വം വർദ്ധിച്ചപ്പോൾ ചെറിയ ചെറിയ ജനിച്ചു വീഴുന്ന, പിറന്നു വീഴുന്ന കുരുന്നു മക്കൾ പോലും ബ്ലഡ് ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വലിയ വലിയ മാരക രോഗങ്ങളെ കൊണ്ട് സമുദായത്തിലെ, സമൂഹത്തിലെ ആളുകൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യാത്ത ചെറിയ കുട്ടികൾ പോലും വല്ലാത്ത നിലയ്ക്ക് വേദന കടിച്ചിറക്കുന്നുണ്ടെങ്കിൽ, ഹറാമിന്റെ വർധനവ് നിർത്തണം. ഈ ഹറാമായ ജീവിതം കൊണ്ട് കുടുംബത്തിലെ സമാധാനം അല്ലാഹ് നഷ്ടപ്പെടുത്തി കളയും. ഈമാന്റെ നൂറിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നഷ്ടപ്പെടുത്തി കളയും. എന്റെ സൗണ്ട് കേൾക്കുന്ന സകല ഉമ്മമാരോടും പറയുന്നു, സകല സഹോദരിമാരോടും പറയുന്നു, സൗണ്ട് കേൾക്കുന്ന സകല പുരുഷന്മാരോടും പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത വ്യഭിചാര വിഷയം ആരിൽ നിലനിൽക്കുന്നുണ്ടോ ഈ സമയം, ഹബീബിന്റെ മജ്ലിസിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ എന്റെ ജീവിതത്തിൽ അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു ഹറാമായ ബന്ധത്തിലും ഇനിമേൽ ഞാൻ തുടരില്ല എന്ന നിലക്ക് പ്രതിജ്ഞ ചെയ്യണേ വിശ്വാസികളെ. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന അത്തരം ഫിസ്ഖാകുന്ന തമ്മാടിത്തങ്ങളിൽ നിന്ന് നാം വഴിമാറിയിട്ട്, ഹബീബിന്റെ മനസ്സിനെ ക്ലേശപ്പെടുത്തുന്ന ബിദ്അത്തിന്റെ ആശയത്തിൽ നിന്ന്, പുത്തനാശയത്തിൽ നിന്ന് നാം വഴിമാറിയിട്ട് യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങിയിട്ട് അതിലൊരു ഇടയാട്ടവും വേണ്ട. മുജാഹിദ് പറയുന്നു കുറവൊക്കെ ശരിയുണ്ട് എന്ന് നീ ചിന്തിക്കണ്ട. അവര്
അവര് പറയുന്നതിലും കുറവൊക്കെ ശരിയുണ്ട് എന്ന് ചിന്തിച്ച് 2 തോണിയിൽ കാലിട്ട് നീ വെള്ളത്തിലൂടെ യാത്ര ചെയ്താൽ യാത്ര മുന്നോട്ട് പോവാൻ അസാധ്യമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറക്കാൻ എന്റെ സൗണ്ട് കേൾക്കുന്ന വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ട് എന്റെ സൗണ്ട് കേൾക്കുന്ന സകല സഹോദരിമാരോടും പറയുന്നു, ഹറാമായ പരിഷ്കരിച്ച നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിർത്തിവെക്കണം. അതിനുവേണ്ടി സ്ത്രീകളെ അഴിഞ്ഞടിപ്പിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കുന്ന സകല പുരുഷന്മാരോടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അഹലുകാരാകുന്ന, നിങ്ങളെ ഭാര്യമാരാകുന്ന, നിങ്ങളെ പെങ്ങന്മാരാകുന്ന, നിങ്ങളെ പെൺമക്കളാകുന്ന, നിങ്ങളെ ഉമ്മമാരാകുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ സംബന്ധിച്ച് വിചാരണ ചെയ്തിട്ടല്ലാതെ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ അനുവദിക്കൂല. നിനക്ക് ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റൂല. നിനക്ക് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വിതരണം ചെയ്യുമ്പോ ആ പാനീയം നിനക്ക് വാങ്ങാൻ നിനക്ക് അനുവാദം കിട്ടൂല, നിനക്ക് അവസരം കിട്ടൂല. അതുകൊണ്ട് അത്തരം പെണ്ണുങ്ങളൊക്കെ തമ്മാടിത്തവുമായിട്ട് ഇന്ന് ചെറിയ കുട്ടികൾ, ഞങ്ങൾ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ ബുധനാഴ്ച മലപ്പുറത്തുനിന്ന് വരുന്ന വഴിയിൽ വടകര ടൗണെത്തുന്ന തൊട്ടു മുമ്പായിട്ട് നടുറോട്ടിൽ ഓണോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഏതോ കോളേജ് നടത്തുന്ന ഒരു പരിപാടിയാണ്. യുവതികളായ +2-നും അതിന് മുകളിലൊക്കെ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ, മക്കനയിട്ട പെൺകുട്ടികൾ ഉൾപ്പെടെ, അമുസ്ലിം സഹോദരിമാരുൾപ്പെടെ ആണും പെണ്ണും ഒന്നിച്ച് ബാൻഡിന്റെയും മദ്ദളത്തിന്റെയും ചെണ്ടയുടെയും താളത്തിനൊപ്പിച്ച് നടുറോട്ടിൽ ചാടിക്കളിച്ച് ഡാൻസ് കളിച്ചിട്ട് തൊള്ളയിൽ വരുന്നതൊക്കെ പാട്ടും പദ്യവുമായിട്ട് അള്ളാഹുവിന്റെ ദീനിനെ വില വെക്കാത്ത നിലക്ക് ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് ആരാണ് ഈ നിലക്ക് അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ രക്ഷിതാക്കൾക്ക്, ഈ പെൺകുട്ടികൾക്ക് അനുവാദം കൊടുത്തത്? അതുകൊണ്ട് സ്കൂളുകളിലേക്ക്, കലാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്ന സകല രക്ഷിതാക്കളും ജാഗ്രതയിൽ. അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കരുത്. നിങ്ങൾ കല്യാണത്തിന്റെ പേരിൽ, നിങ്ങൾ മൈലാഞ്ചി കല്യാണത്തിന്റെ പേരിൽ ഇന്നിപ്പോ